أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين نبينا محمد وآله وصحبه أجمعين اللهم علمنا بما ينفعنا وانفعنا بما علمتنا اللهم رب زدنا علما اللهم اجعل يومنا هذا خيرا من أمسنا وجعل غدنا خيرا من يومنا وأحسن عاقبتنا في الأمور كلها اللهم لا تدع لنا ذنبا إلا غفرت ولا مرضا إلا شفيت ولا هما إلا فرجت ولا دينا إلا أديت ولا حاجة من حوائج الدنيا والآخرة إلا قضيتها يا رب العالمين اللهم انصر إخواننا في فلسطين اللهم كن معهم ولا تكن عليهم اللهم افتح لهم فتحا مبينا وانصرهم نصرا عزيزا പ്രേമുള്ള സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പഠന സഹവാസത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സിൽ നമ്മൾ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും വലിയ പ്രതിഫലമുള്ള സാലിഹായ ഒരു അമലായി അല്ലാഹു പരിഗണിക്കുമാറാകട്ടെ. നാളെ നമ്മുടെ കർമ്മപുസ്തകങ്ങൾ കയ്യിൽ കിട്ടുമ്പോൾ നന്മയുടെ ത്രാസിൽ കനമുള്ള അമലായി അല്ലാഹു ഇതിനെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ എങ്ങനെയാണ് നന്നായി ഗ്രഹിക്കാൻ കഴിയുക എന്ന വിഷയമാണ് കഴിഞ്ഞ കുറച്ചധികം ക്ലാസ്സുകളിലായി നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഹദീസുകളെ നന്നായി ഗ്രഹിക്കാൻ ഷെയ്ഖ് യൂസുഫുൽ ഖറളാവി റഹിമഹുല്ലാ നിർദ്ദേശിച്ചിട്ടുള്ള 8 തത്വങ്ങളെ സംബന്ധിച്ചിട്ടാണ് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലൊന്നാമത്തെ തത്വം ഹദീസുകളെ വിശുദ്ധ ഖുർആൻ്റെ വെളിച്ചത്തിൽ വായിക്കുക. രണ്ടാമത്തേത് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകളെ ചേർത്ത് വെച്ചുകൊണ്ട് ആ ഹദീസിൽ നിന്ന് വിധികൾ നിർദ്ധാരണം ചെയ്തെടുക്കുക. മൂന്നാമത്തേത് പ്രത്യക്ഷത്തിൽ വൈരുദ്ധ്യമെന്ന് തോന്നിക്കുന്ന ഹദീസുകളെ പരമാവധി ഒരുമിപ്പിക്കുകയും സാധ്യമല്ലെങ്കിൽ തർജീഹ്, ഒന്നിന് മറ്റൊന്നിനേക്കാൾ ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാമുഖ്യം നൽകുക. നാലാമത്തേത് ഹദീസുകളിൽ വന്നിട്ടുള്ള ഹുക്കുമുകളുടെ ഇല്ലത്ത്, യഥാർത്ഥ കാരണം മനസ്സിലാക്കുകയും ഹദീസുകളുടെ പശ്ചാത്തലം മനസ്സിലാക്കിയും ഹദീസുകളെ ഗ്രഹിക്കുക എന്നതായിരുന്നു. അഞ്ചാമത്തേത് ഹദീസുകളിൽ വന്നിട്ടുള്ള ലക്ഷ്യവും അത് നേടിയെടുക്കാനുള്ള സ്ഥലകാലബന്ധിയായ മാറ്റമുള്ള വസീലത്തിനെയും വേർതിരിച്ചു മനസ്സിലാക്കുക എന്നതായിരുന്നു. ആറാമത്തേത് ഹദീസുകളിൽ വന്നിട്ടുള്ള ആലങ്കാരിക പ്രയോഗങ്ങളും ഭാഷാപരമായ പ്രയോഗങ്ങളും യഥാർത്ഥ പ്രയോഗവും നമ്മൾ വേർതിരിച്ചു മനസ്സിലാക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ 7ാമത്തെ തത്വം പറഞ്ഞത് ഹദീസുകളിൽ ഗൈബ്, ഷഹാദത്ത്, ദൃശ്യപ്രപഞ്ചത്തെയും അദൃശ്യപ്രപഞ്ചത്തെയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക എന്നതായിരുന്നു. അദൃശ്യമായ വിഷയങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനും സഹിഹായ സുന്നത്തും എന്താണോ പറഞ്ഞത് അവിടെ നമ്മൾ നിൽക്കുക. അതിൻ്റെ വിശദാംശങ്ങളോ അതിൻ്റെ വ്യാഖ്യാനങ്ങളോ തേടി നമ്മൾ പോകേണ്ടതില്ല. അത് അല്ലാഹു മറച്ചു വെച്ച കാലത്തോളം നമ്മളത് അന്വേഷിക്കേണ്ടതില്ല. അത് നമ്മുടെ സ്വർഗവുമായി ബന്ധപ്പെട്ട വിഷയമല്ല. അല്ലാഹു പറഞ്ഞതിൽ വിശ്വസിക്കുക. ആമന്ന വ സദ്ദഖന, നാം അതിനെ ഉറച്ചു വിശ്വസിക്കുന്നു, നാം അതിനെ സത്യപ്പെടുത്തുന്നു. വല നസ്അലു അൻ കുൻഹിഹ വല കൈഫിഹ, അതിൻ്റെ രൂപം എന്താണ്, അതിൻ്റെ സ്വഭാവം എന്താണ് നമ്മൾ അന്വേഷിക്കുകയില്ല. ഇതായിരിക്കണം ഒരു വിശ്വാസിയുടെ നിലപാട് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത്. ഹദീസിനെ അഥവാ പ്രവാചകൻ്റെ സുന്നത്തിനെ മനസ്സിലാക്കാനുള്ള ഏറ്റവും അവസാനത്തെ 8ാമത്തെ ഉപാധി അത്തഅക്കുദു മിൻ മദുലാലാത്തി അൽഫാദിൽ ഹദീസ്, ഹദീസുകളുടെ വന്നിട്ടുള്ള പദങ്ങളുടെ ശരിയായ ആശയം ഗ്രഹിക്കുക എന്നതാണ്. ഹദീസുകളിൽ വന്നിട്ടുള്ള പദങ്ങളുടെ ശരിയായ ആശയം നമ്മൾ ഗ്രഹിക്കുക, മനസ്സിലാക്കുക എന്നതാണ് 8ാമത്തെ തത്വമായി ഷെയ്ഖ് യൂസുഫുൽ ഖറളാവി നിർദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു കാര്യമാണ് പദങ്ങളുടെ അർത്ഥം സ്ഥലകാലങ്ങൾക്കനുസരിച്ച് മാറ്റമുണ്ടാകാറുണ്ട്. പഴയ കാലത്ത് പലപ്പോഴും നമ്മൾ പ്രയോഗിച്ചിരുന്ന പദങ്ങൾ അതേ അർത്ഥത്തിലോ ആശയത്തിലോ അല്ല പുതിയ കാലത്ത് പ്രയോഗിക്കുന്നത്.
നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. ചിലപ്പോഴൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് പച്ച ചീത്തയാണ്, തെറിയാണെന്ന് വിചാരിച്ചിരുന്ന പദങ്ങൾ വളരെ സാധാരണമായി, സർവ്വസാധാരണമായി നമ്മുടെ പുതിയ തലമുറ പ്രയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഭാഷകളുടെ അർത്ഥത്തിനും വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിന് ഞാനൊരു ക്ലാസ് എടുത്തു. ആ ക്ലാസ്സിൽ നിങ്ങളിൽ ഒരാൾ ഹാജരായിരുന്നില്ല. അപ്പോൾ 1 മണിക്കൂർ ക്ലാസ്സൊക്കെ എടുത്തിട്ട് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ആരോ വന്ന് ചോദിച്ചു, അല്ല KM അഷ്റഫ് സാഹിബിൻ്റെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ആ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, പൊളിച്ചു എന്ന് പറഞ്ഞു. ഈ പൊളിച്ചു എന്ന് പറയുന്ന പദം യഥാർത്ഥത്തിൽ മലയാളത്തിൽ അങ്ങനെ ഒരു പദം നേരത്തെ പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ അയാളൊരു ഡിക്ഷണറി എടുത്ത് നോക്കുകയെന്ന് വിചാരിക്കാം. ഡിക്ഷണറി എടുത്ത് നോക്കുമ്പോൾ കാണാം, അപ്പോൾ ശബ്ദധാരാളം എടുത്തിട്ട് പൊളിച്ചു എന്ന് പറഞ്ഞാൽ തകർക്കുക, നശിപ്പിക്കുക എന്നാണ്. അപ്പോൾ അയാൾ എന്താ മനസ്സിലാക്കുക? ഈ ചങ്ങായി ക്ലാസ് എടുത്തിട്ട് ആ കൂടി അലമ്പാക്കി, നാശമാക്കി എന്നാണോ അയാൾ പറയുക, മനസ്സിലാക്കുക? അതല്ല, പൊളിച്ചു എന്ന് പറഞ്ഞാൽ ഗംഭീരമായ ക്ലാസ് ആയിരുന്നു എന്നാണോ? അപ്പോൾ പൊളിക്കുക എന്ന പദം, പൊളിച്ചു എന്ന് പറയുന്ന പദം നമ്മൾ പണ്ട് ഏതർത്ഥത്തിലാണോ പ്രയോഗിച്ചിരുന്നത് ആ അർത്ഥത്തിലും ആശയത്തിലുമല്ല നിലവിലെ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും ആളുകൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പദങ്ങൾക്ക് സ്ഥലകാലങ്ങൾക്കനുസരിച്ച് അർത്ഥമാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ പല തെക്കൻ ജില്ലകളിലെയും സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ചില പദങ്ങൾ മലബാർ ഭാഗത്ത് വരുമ്പോൾ നല്ല തെറിയായി മാറുന്ന അനുഭവം നമുക്കുണ്ട്. ഒരു പദം തന്നെ വ്യത്യസ്തമായ ആശയത്തിൽ വരും. അപ്പോൾ ഈ പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ യഥാർത്ഥത്തിൽ ഹദീസുകളെയും വിശുദ്ധ ഖുർആനെയും നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഖുർആൻ അവതരിക്കുന്ന കാലത്ത് ആ പദത്തിന് എന്തർത്ഥമാണോ ഉള്ളത് അത് മനസ്സിലാക്കിയാലേ എന്താണ് ഖുർആൻ പറയുന്നത്, എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് വിശദീകരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതാണ് 8ാമത്തെ തത്വമായി ഷെയ്ഖ് യൂസുഫ് അൽ ഖർളാവി പറയുന്നത്, അത്തഅക്കുദു മിൻ മദുലൂലാത്തി അൽഫാദിൽ ഹദീസ്. ഹദീസുകളുടെ യഥാർത്ഥ ആശയം, അതിലെ പദങ്ങളുടെ യഥാർത്ഥ ആശയം മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഒരുപാട് പദങ്ങൾ അർത്ഥവ്യത്യാസം സംഭവിച്ചു. ഞാൻ പറഞ്ഞ അടിപൊളി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ പരിപാടി കലക്കി, പൊളിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഈ പദത്തിന് നമ്മൾ ശബ്ദധാരാവലിയോ അതേതെങ്കിലും സമാനമായ പുരാതനമായ ഡിക്ഷണറികളോ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ കാണുന്ന അർത്ഥമല്ല ഇന്ന് നമ്മൾ പ്രയോഗിക്കുന്നതെന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പുതിയ തലമുറ ആ പദങ്ങൾക്ക് നൽകുന്ന അർത്ഥം വളരെ വ്യത്യാസമാണ്. ഒരു കവിയുടെ അനുസ്മരണ സമയത്തിൽ അയാൾ ഒരു കലഹപ്രിയനായിരുന്നു, അല്ലെങ്കിൽ അയാളൊരു കലാപകാരിയായിരുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ പോരാട്ടത്തെയും സമരവീര്യത്തെയും സൂചിപ്പിക്കാൻ വേണ്ടി മദ്ഹായി നല്ല അർത്ഥത്തിൽ പ്രയോഗിച്ച പദമാണ് കലാപകാരി. പക്ഷെ നമ്മൾ ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ കലാപകാരിയുടെ അർത്ഥം എന്തായിരിക്കും? പ്രശ്നമുണ്ടാക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, നാശമുണ്ടാക്കുന്ന ആളെന്നല്ലേ മനസ്സിലാക്കുക. അപ്പോൾ പദങ്ങൾ ഏതർത്ഥത്തിൽ പ്രയോഗിക്കുന്നു, ഏത് സന്ദർഭത്തിൽ പ്രയോഗിക്കുന്നു എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയില്ലെങ്കിൽ വളരെ ഗുരുതരമായ ചില പിഴവുകൾ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. വിശേഷിച്ചും ദീനുൽ ഇസ്ലാം അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളായ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും, വിശുദ്ധ ഖുർആൻ അവതരിച്ച സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ സുന്നത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്ന സന്ദർഭത്തിൽ ആ പദങ്ങൾക്കുള്ള അർത്ഥം, അതിന് മനസ്സിലാക്കപ്പെട്ട അർത്ഥം നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ യഥാർത്ഥത്തിൽ എന്താണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മോട് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ വലിയ അബദ്ധങ്ങൾ സംഭവിക്കും. ഇമാം ഗസാലി റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഇസ്ലാം പഠിപ്പിച്ച പല പദങ്ങളും പിൽക്കാലത്ത് അർത്ഥശോഷണം സംഭവിച്ച് അർത്ഥം മാറിപ്പോയ ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം 5 പദങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഹിക്മത്ത് എന്ന പദം, ഹിക്മത്ത് എന്ന പദം യഥാർത്ഥത്തിൽ ഖുർആൻ പ്രയോഗിച്ചത് എങ്ങനെയാണ്, ഹദീസ് പ്രയോഗിച്ചത് എങ്ങനെയാണെന്ന് നമ്മളിപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്?
അപ്പോൾ നിങ്ങളിൽ ഒരാൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, കെ എം അഷ്റഫ് സാഹിബ് എന്നോട് ചോദിക്കുകയാണ്, അഷ്റഫ് സാഹിബേ ഞാൻ നിങ്ങളൊരു ഉപദേശം തേടുകയാണ്. എന്താണ് വിഷയം? ഞാനൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, ഇന്ന ആൾ എങ്ങനെയാണ് എന്ന് ചോദിച്ചു എന്നോട്. ഏതൊരാളെക്കുറിച്ച് ചോദിച്ചു, എനിക്ക് പരിചയമുള്ള ഒരാളെക്കുറിച്ച്, അയാളോട് ചേർന്നിട്ട് പങ്ക് ചേർന്ന് ബിസിനസ് തുടങ്ങാൻ പറ്റുമോ ഇല്ലേ, അയാളെങ്ങനെയാണ്? അപ്പം ഞാൻ പറയാണ്, നിങ്ങളൊന്ന് സൂക്ഷിക്കണം, അയാൾ ഭയങ്കര ഹിക്മത്തിൻ്റെ ആളാണ് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ഉദ്ദേശിച്ചത്? ഹിക്മത്തിൻ്റെ ആളെന്ന് പറഞ്ഞാൽ അയാൾ നിങ്ങളെ ചതിക്കാനും വഞ്ചിക്കാനും ഒക്കെ സാധ്യതയുണ്ട്, കുതന്ത്രം പ്രയോഗിക്കുന്നവനെന്ന അർത്ഥത്തിലാണ് ഞാൻ ഹിക്മത്ത് പ്രയോഗിച്ചിട്ടുള്ളത്, അല്ലേ? നമ്മൾ സാധാരണഗതിയിൽ തന്നെ ചില ആളുകളെക്കുറിച്ച് നിങ്ങൾ അവനെ ഒന്ന് നോക്കിക്കോട്ടെ, അവൻ ഭയങ്കര ഹിക്മത്തിൻ്റെ മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ അതിഥ്യജ്ഞാനവും യുക്തിജ്ഞാനവും പ്രായോഗിക ജ്ഞാനവും കിട്ടിയവനെന്ന അർത്ഥത്തിലാണോ പ്രയോഗിക്കുന്നത്? അല്ല, നമ്മളത് കുതന്ത്രമൊന്നും ആളുകളെ പറ്റിക്കുന്നവനൊന്നും ആശയത്തിലാണ് പ്രയോഗിച്ചത്. ഈ ആശയം വെച്ചിട്ട് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള യൂത്തിൽ ഹിക്മത്ത, അള്ളാഹു ഹിക്മത്ത് നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രവാചകന്മാർക്ക് അള്ളാഹു ഹിക്മത്ത് നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കുക. അതാ ഞാൻ പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ വിശദീകരിച്ചുകൊണ്ട് സുന്നത്തിനെ നമുക്ക് പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ എന്തർത്ഥമാണോ പ്രയോഗിച്ചത് ആ അർത്ഥത്തിൽ വേണം നമ്മൾ പ്രയോഗിക്കാൻ. ഇമാം ഖസാലി ഉദാഹരിക്കുന്ന മറ്റൊരു പദമാണ് ഫിഖ് എന്ന് പറയുന്നത്. ഇയാൾ വലിയൊരു ഫിഖാണ്, ഫിഖ് അറിയാവുന്ന ആളാണെന്ന് പറഞ്ഞാൽ നമ്മളെന്താ മനസ്സിലാക്കുക? സാധാരണഗതിയിൽ അയാൾക്ക് നിസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും ഒക്കെ ഷർത്തും ഫർദും അറിയാമെന്ന് നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ. അഥവാ ആരാധനകളുടെ നിബന്ധനകളും അത് നഷ്ടപ്പെടുന്ന കാര്യങ്ങളും അറിയാവുന്നവൻ എന്ന അർത്ഥത്തിൽ ഫിഖ് എന്ന് പറയാം. എന്നാൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ഫിഖ് എന്ന് പറഞ്ഞാൽ ആരാധനകൾ മാത്രമാണോ? അത് മനുഷ്യ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും, അത് സാമ്പത്തികമാകട്ടെ, സാംസ്കാരികമായ വിഷയങ്ങളാകട്ടെ, നാട്ടുനടപ്പുകളാവട്ടെ, സാമൂഹികമായ വിഷയങ്ങളാവട്ടെ, ആരാധനാപരമായ കാര്യങ്ങളാകട്ടെ, കുടുംബപരമായ കാര്യങ്ങളാകട്ടെ, എല്ലാറ്റിനെ സംബന്ധിച്ചുമുള്ള ദീനിജ്ഞാനം നേടുന്നവനെക്കുറിച്ചാണ് ഫഖീഹ് എന്ന് പറയുക. പക്ഷേ നമ്മൾ ഫിഖ് എന്ന് പറയുന്ന അയാൾക്ക് ഫിഖ് അറിയാമെന്ന് പറഞ്ഞാൽ അയാളോട് നമ്മൾ നാടകത്തിൻ്റെ ഫിഖിനെ കുറിച്ച് ചോദിക്കൂല. കാരണം അയാൾ ഫിഖ് അറിയാവുന്ന ആളാണ്. അയാളോട് നമ്മൾ ചോദിക്കാന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ ഫർള് ഷർത്ത്, വുളുവിൻ്റെ ഫർള് ഷർത്ത്, ഇതെല്ലാം നമ്മൾ ചോദിക്കുകയുള്ളൂ. കാരണം ഫിഖ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരാധനകളിൽ മാത്രം ഒതുങ്ങിപ്പോയ ഒരു കാര്യമാണ്. ഷെയ്ഖ് യൂസുഫ് ഖളാവിനെ ഒരിക്കലും അദ്ദേഹം മരണപ്പെടുന്നതിന് കുറച്ച് മുമ്പ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഓഫീസിൽ പോയിരുന്നു. അങ്ങനെ വർത്തമാനത്തിനിടയിൽ ഷെയ്ഖിനോട് ഞാൻ ചോദിച്ചു, നിങ്ങളിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഗ്രന്ഥം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഫിഖുൽ ഇബാദ, ഫിഖു ജക്കാത്തെക്കുറിച്ച് ഫിഖ് അദ്ദേഹത്തിന് എഴുതിയിട്ടുണ്ട്, ഫിഖു സൗം അദ്ദേഹത്തിനുണ്ട്, ബാക്കിയുള്ള ഇബാദത്തുകൾ ഇപ്പോൾ നമസ്കാരത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അതേസമയം അദ്ദേഹം എഴുതുന്ന മറ്റൊരു പുസ്തകത്തിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞത് അത് ഫിഖുൽ മസ്റഹിയ്യ, നാടകത്തെക്കുറിച്ചുള്ള ഫിഖാണ്. ഷെയ്ഖ് ഖളാവിക്ക് രണ്ടും ഫിഖാണ്. അത് നമസ്കാരമായാലും നാടകമായാലും രണ്ടും ഫിഖ് എന്ന് പറയുന്ന കള്ളിയിൽപ്പെടാവുന്ന മനുഷ്യൻ്റെ ജീവിത വ്യവഹാരങ്ങളുടെ നിയമത്തെക്കുറിച്ചിട്ടാണ് ഫിഖ്, അതിനെക്കുറിച്ചുള്ള അറിവാണ് ഫഖീഹ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. പക്ഷെ നമ്മുടെ ഒരാൾക്ക് അങ്ങനെ കിട്ടില്ല. നമ്മുടെ മനസ്സിൽ ഫഖീഹ് എന്ന് പറയുമ്പോൾ, ഫിഖ് എന്ന് പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയൊക്കെ മനസ്സിൽ ആദ്യം വരിക എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ കർമ്മശാസ്ത്ര നിയമങ്ങളിൽ തന്നെ ആരാധനാപരമായ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പലപ്പോഴും വലിയ തെറ്റിദ്ധാരണകൾ, വലിയ ഉയർന്ന ആളുകൾ പോലും അതൊക്കെ നിങ്ങൾക്ക് ഫിഖിൻ്റെ ആളുകൾക്ക് എന്ന് പറഞ്ഞ് ഒഴിവാക്കും. യഥാർത്ഥത്തിൽ ഫിഖ് എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൻ്റെ സാകല്യം, മനുഷ്യ ജീവിതത്തിലെ മുഴുവൻ കർമ്മപരമായ വിഷയങ്ങളെ സംബന്ധിച്ചുള്ളതാണ് ഫിഖ്. പക്ഷേ ആരാധനാപരമായ കാര്യങ്ങൾ ഒഴിവാക്കിയത് കൊണ്ട് നമുക്ക് അവരോട് ആ അർത്ഥത്തിലാണ് മനസ്സിലാക്കുക. ഇസ്ലാമിലെ ഫിഖിൻ്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കുക. ആദ്യം തുടങ്ങുന്നത് തഹാറത്ത്, സ്വലാത്ത്, സക്കാത്ത്, സൗമ്, ഹജ്ജ്, അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോൾ മുആമലാത്ത്, ബൈഅ്, കച്ചവടങ്ങൾ, അതിനുശേഷം ജിനായാത്ത്, കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിനുശേഷം വസിയത്ത്, വറാസത്ത്, അനന്തരാവശ്യം, ഇങ്ങനെ മനുഷ്യജീവിതത്തിൻ്റെ സമ്പൂർണമായ കർമ്മകാണ്ഡങ്ങളെ സംബന്ധിച്ചുള്ള പഠനമാണ് ഫിഖ്. ഈ ഫിഖിൻ്റെ അർത്ഥം ചുരുങ്ങിപ്പോയി എന്ന് ഷെയ്ഖ് ഇമാം ഖസാലി പറയുന്നുണ്ട്. ആ ഫിഖിനെ ആളുകൾ ആരാധനാശാസ്ത്രമായി മനസ്സിലാക്കി പോയതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞ പദം ഹിക്മത്ത് എന്ന് പറയുന്ന പദം, തൗഹീദ് എന്ന് പറയുന്ന പദം, അള്ളാഹുവിനെ ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും ഏകത്വമായി ഭാവിക്കേണ്ട നമ്മൾ ആരാധനകളിൽ മാത്രം അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കുകയും മറ്റുള്ള വിഷയങ്ങളിൽ കാറൽ മാർക്സിൻ്റെയോ ഫ്രോയിഡിൻ്റെയോ മറ്റു പല സിദ്ധാന്തങ്ങൾക്കെതിരെ പോയാലും അയാൾ മുസ്ലിമാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ആശയങ്ങൾക്ക് ഉണ്ടാകുന്ന യഥാർത്ഥ ആശയം മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അവതരിപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ
അതിനെന്തർത്ഥമാണ് ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കണം. ഇതാണ് 8ാമത്തെ ഉപാധി, അത്തഅക്കുദു മിൻ മദുലൂലാത്തി അൽഫാദിൽ ഹദീസ്. ഹദീസുകളുടെ യഥാർത്ഥ ആശയം ബോധ്യപ്പെടുക എന്നുള്ളതാണ്. ഇമാം അബുൽ അല മൗദൂദി റഹ്മഹുല്ലാഹയുടെ അദ്ദേഹത്തിൻ്റെ ഒരു മാസ്റ്റർ പീസായ ഗ്രന്ഥമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം ഞാൻ മനസ്സിലാക്കുന്നത് അൽ മുസ്തലഹാത്തുൽ അർബ എന്ന് പറയുന്ന ഇലാഹ്, റബ്ബ്, ഇബാദത്ത്, ദീൻ എന്നീ വിശുദ്ധ ഖുർആൻ്റെ 4 വിവക്ഷകളെ സംബന്ധിച്ചുള്ള ഇലാഹ്, റബ്ബ്, ഇബാദത്ത്, ദീൻ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം. ഖുർആനിലെ 4 സാങ്കേതിക ശബ്ദങ്ങൾ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ അതിന് വിവർത്തനമുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഗംഭീരമായൊരു രചനയാണ്. എന്താണ് അദ്ദേഹം ആ പുസ്തകത്തിൽ നിർവഹിച്ചതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, സിമ്പിൾ. വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ്റെ വചനങ്ങളിൽ ഈ പദങ്ങൾ വരുമ്പോൾ ഖുർആനിലോ സുന്നത്തിലോ ഇലാഹ് എന്ന പദം, റബ്ബ് എന്ന് പറയുന്ന പദം, ഇബാദത്ത് എന്ന് പറയുന്ന ആശയം, ദീൻ എന്ന് പറയുന്ന പദം വരുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ അന്ന് ആ അർത്ഥപദങ്ങൾക്ക് ഉണ്ടായ ആശയം എന്താണ് എന്ന് വിശദീകരിക്കുക മാത്രമാണ് ഷെയ്ഖ് മൗദൂദി ചെയ്തിട്ടുള്ളത്. അന്നത്തെ കാലത്തെ അറബി ഭാഷ, അന്നത്തെ അറബി പദാവലികൾ, അറബി കവിതകൾ, അവരുടെ നാട്ടുഭാഷയിൽ വന്നിട്ടുള്ള പദങ്ങൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം അതിനെ മനസ്സിലാക്കുക എന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇമാം ഗസാലി പറയാണ്, പദങ്ങൾക്ക് അർത്ഥമാറ്റം സംഭവിക്കും. ഇൽമ് എന്ന് പറഞ്ഞാൽ അത് ദീനീപരമായ ഇൽമിന് മാത്രമാണ്, ശാസ്ത്രം അതിൽ പെടില്ല. ഫിഖ് എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്രത്തിലെ ആരാധനകൾ മാത്രമാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ആരാധനകളിൽ അള്ളാഹുവിന് മാത്രം തൗഹീദ് ചെയ്യുക, ഏകത്വം കൊടുക്കുക, മറ്റുള്ള വിഷയങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക. അതേപോലെ തദ്ക്കീർ, ദിക്ർ എന്ന് പറഞ്ഞാൽ കേവലം മന്ത്രോച്ചാരണങ്ങളായി ചുരുങ്ങുക. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ കുബുദ്ധിയായി, കുതന്ത്രമായി മാറുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇമാം ഗസാലി വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ 5 പദങ്ങൾ ഇതൊക്കെയാണ്: ഫിഖ്, ഇൽമ്, തൗഹീദ്, തദ്ക്കീർ, ഹിക്മത്ത്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ആശയം മനസ്സിലാക്കണമെങ്കിൽ ഈ വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന പ്രവാചകൻ്റെ സുന്നത്ത് വിശദീകരിക്കപ്പെടുന്ന സന്ദർഭത്തിൽ എന്താണ് അതിൻ്റെ ആശയമെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നതാണ് വളരെ പ്രധാനം. ഇത് മനസ്സിലായില്ലെങ്കിൽ അടിസ്ഥാനപരമായ പല അബദ്ധങ്ങളിലേക്കും മനുഷ്യന്മാർ ചെന്നുപെടാൻ സാധ്യതയുണ്ട് എന്നതാണ്. ഇത് തന്നെയാണ് മൗദൂദി സാഹിബും ചെയ്തിട്ടുള്ളത്. വിശുദ്ധ ഖുർആനെ നന്നായി ഗ്രഹിക്കണമെങ്കിൽ ഖുർആൻ ഈ പദങ്ങൾ പ്രയോഗിക്കുമ്പോൾ അന്ന് ആ പദത്തിന് എന്താ ആശയമുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. ഇത് തന്നെയാണ് സുന്നത്തിനെ മനസ്സിലാക്കാനുള്ള 8ാമത്തെ തത്വം. സുന്നത്ത് അവതരിക്കുന്ന അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലെ പദങ്ങളുടെ യഥാർത്ഥ ആശയം നമ്മൾ മനസ്സിലാക്കുക എന്നത് പറയുന്നതാണ്. ഇത് മനസ്സിലാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ വലിയ അബദ്ധങ്ങൾ സംഭവിക്കും. അതിന് ചില ഉദാഹരണങ്ങൾ ഷെയ്ഖ് ഖർളാവി ഉദ്ധരിക്കുന്നുണ്ട്. അതിൻ്റെ 1ാമത്തെ ഉദാഹരണമാണ്, നമുക്കറിയാം ഫോട്ടോഗ്രഫി എന്ന് പറയുന്നത്. ഫോട്ടോഗ്രഫി പാടില്ല എന്ന് പറയുന്ന, വിശേഷിച്ചും ഉത്തരേന്ത്യയിലെയും അല്ലെങ്കിൽ വിദേശങ്ങളിലൊക്കെ ഉള്ള ചില വിഭാഗം പണ്ഡിതന്മാർ ഫോട്ടോ എടുക്കൽ ഹറാമാണ് എന്ന് പറയുന്നു. ഫോട്ടോ എടുക്കൽ ഹറാമാണെന്ന് പറയുന്നു. എന്താണ് ആ ഫോട്ടോ എടുക്കൽ ഹറാമാകാനുള്ള കാരണം? അവർ പറയുന്നു, ഹദീസിൽ വന്നിട്ടുണ്ട്, ലഅനല്ലാഹു അൽ മുസവ്വിരീൻ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് ഇങ്ങനെയാണ്: ഇന്ന അശദ്ദന്നാസി അദാബൻ ഇൻദല്ലാഹി യൗമൽ ഖിയാമത്തി അൽ മുസവ്വിറൂൻ. അള്ളാഹുവിൻ്റെ അടുത്ത് അന്ത്യനാളിൽ ഏറ്റവും അധികം ശിക്ഷ ലഭിക്കുന്ന ഒരാൾ അൽ മുസവ്വിറൂൻ, മുസവ്വിറുകളാണ്, ഫോട്ടോഗ്രാഫേഴ്സാണ് എന്നാണ്. മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്: അബീ ജുഹൈഫർ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു താഴെ പറയുന്ന ആളുകളെ. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ വാശിമത്ത വൽ മുസ്തവശിമത്ത, ഈ എന്താ പറയുക, പച്ച കുത്തുന്ന ആളുകളെ, പലിശ തിന്നുന്നവരെ. ആ കൂട്ടത്തിൽ വലഅന അൽ മുസവ്വിരീൻ, അള്ളാഹു മുസവ്വിറുകളെ, പ്രവാചകൻ സല്ലല്ലാഹു മുസവ്വിറുകളെ ശപിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ മുസവ്വിർ എന്ന് പറയുന്ന പദം വെച്ചുകൊണ്ടാണ് ഫോട്ടോഗ്രഫി എന്ന് പറയുന്ന കാര്യത്തെ നിഷേധിക്കുന്നത്. അത് പാടില്ല എന്ന് പണ്ഡിതന്മാർ ഫത്വ നൽകുന്ന, പ്രത്യേകിച്ചും വിശേഷിച്ചും ഉത്തരേന്ത്യയിലെ മൗലാനമാരൊക്കെ ഇത്തരം ഫത്വകൾ നൽകണം. ഫോട്ടോ എടുക്കുന്നത് പാടില്ല, ഹറാമാണ് എന്ന് പറയുന്ന ആളുകളെ കാണാൻ കഴിയും. അവർ തെളിവ് ഈ ഹദീസാണ്. ഇവിടെ ഒരു ചോദ്യം വളരെ പ്രസക്തമല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅനൽ മുസവ്വിരീൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന അശദ്ദന്നാസി അദാബൻ യൗമൽ ഖിയാമത്തി അൽ മുസവ്വിറൂൻ എന്ന് പറയുമ്പോൾ, ആ പ്രവാചകൻ ഉദ്ദേശിച്ചത് ഇന്നത്തെ പോലെ ഫോട്ടോഗ്രഫിയാണോ? അന്ന് ഫോട്ടോഗ്രഫി ഉണ്ടോ?
അന്ന് നബി മുസവ്വിർ എന്ന് പ്രയോഗിക്കുമ്പോൾ ആ പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ലേ? നമുക്ക് പരിശോധിക്കുമ്പോൾ ചരിത്രത്തെ കാണാൻ കഴിയും. മുസവ്വിർ എന്നവർ പ്രതീക്ഷിച്ചിരുന്നത് നിഴലുള്ള വിഗ്രഹങ്ങൾ കൊത്തിയുണ്ടാക്കുന്ന ആളുകളെയാണ് മുസവ്വിർ എന്നവർ പ്രയോഗിച്ചിരുന്നത്. പ്രത്യേകിച്ചും ആരാധനാപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വിഗ്രഹങ്ങളെ കൊത്തുന്ന, നെഹ്ത്ത് നടത്തുന്ന ഇവരെ സംബന്ധിച്ചാണ് പ്രവാചകൻ്റെ കാലത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുസവ്വിർ എന്ന് പ്രയോഗിച്ചത്. റസൂലുള്ളാഹി മുസവ്വിർ എന്ന് പറയുമ്പോൾ ഇന്നത്തെ പോലെ ഈ ക്യാമറയിൽ ഒരാളുടെ ചിത്രം പതിക്കുന്നപ്പോൾ നമ്മൾ പാസ്പോർട്ടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു വിവാഹത്തിൻ്റെ ചടങ്ങിനെ സംബന്ധിച്ച് ഫോട്ടോ എടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു ബന്ധുമിത്രാദികളുടെ സംഗമത്തിൽ ഫോട്ടോ എടുക്കുന്നതോ ഇതാണോ റസൂൽ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക? അപ്പോൾ ആ ഹദീസ് വെച്ചിട്ട് ഇത് ഫോട്ടോഗ്രാഫി നിഷിദ്ധമാണെന്നുള്ള തെളിവാണ് ഉദ്ധരിക്കുമ്പോൾ ശരിക്കും പ്രശ്നം അവിടെ ഇല്ലേ? എന്താണ് ആ പ്രശ്നം എന്ന് ചോദിച്ചാൽ, മുസവ്വിർ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മുസവ്വിർ എന്ന അർത്ഥം പ്രയോഗിച്ചിരുന്നത്, ഭാഷയിൽ തന്നെ പ്രയോഗിച്ചിരുന്നത് വിഗ്രഹങ്ങളെ കൊത്തിയുണ്ടാക്കുക എന്നതായിരുന്നു. അതും കളിപ്പാട്ടങ്ങളാണെങ്കിൽ ഇത് പാടില്ല, അനുവദനീയമാണെന്ന് നമുക്ക് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹന് അത്തരം ചില കളിപ്പാട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഹദീസുകൾ കാണാൻ കഴിയും. ആ ചർച്ചയിലേക്കല്ല ഞാൻ പോകുന്നത്. ഞാൻ പറയുന്നത് മുസവ്വിർ എന്ന് പറയുന്ന പദം വെച്ചുകൊണ്ട് ഇന്ന് ഭാഷയിൽ തസ്വീർ എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫി എന്നാണ്, മുസവ്വിർ എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫർ എന്നാണ്. അപ്പോൾ അന്ന് ഹദീസിൽ പറഞ്ഞ ലാൻ അല്ലാഹുൽ മുസവ്വിർ എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോഗ്രാഫറാണ് എന്ന് പറയുന്നതിന് എന്ത് ന്യായമാണുള്ളത്? എന്ത് ചരിത്രപരമായ സത്യസന്ധതയാണ് ആ വാചകത്തിലുള്ളത്? കാരണം റസൂലിൻ്റെ കാലത്ത് മുസവ്വിർ എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോഗ്രാഫറാണോ? അല്ലല്ലോ, അത് അന്നത്തെ വിഗ്രഹം കൊത്തി ഉണ്ടാക്കലാണ്. ഞാനും പറയുന്നു, ഇന്നും ആരാധനാ ആവശ്യങ്ങൾക്ക് വേണ്ടി വിഗ്രഹങ്ങൾ കൊത്തി ഉണ്ടാക്കുന്നത് തീർച്ചയായും ശപിക്കപ്പെട്ട കാര്യമാണ്. അത് തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഹറാമാക്കിയത്, അല്ലാതെ ഫോട്ടോഗ്രാഫി അല്ല എന്നാണ് ഷെയ്ഖ് യൂസുഫ് അൽ ഖർളാവി അടക്കമുള്ള വലിയ വലിയ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. നിഴലില്ലാത്ത ചിത്രങ്ങൾ അല്ലെങ്കിൽ ആരാധനാപരമല്ലാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ചില രൂപങ്ങൾ ഇതൊക്കെ അനുവദിക്കപ്പെടാം എന്ന് വീക്ഷണമുള്ള പണ്ഡിതന്മാർ ആധുനിക ലോകത്തുണ്ട്. ഏതായാലും ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഹറാമാക്കാൻ ഈ ഹദീസ് പ്രബലമല്ല. കാരണം ഈ ഹദീസ് ഉദ്ദേശിക്കുന്ന മുസവ്വിർ എന്ന് പറയുന്നത് വിഗ്രഹങ്ങളെ കുത്തിയുണ്ടാക്കലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം എന്നതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞൊരു ചുരുക്കത്തിലേ ഉള്ളൂ, ഹദീസുകളെ സുന്നത്തിനെ മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധികളിലൊന്ന് എന്ന് പറയുന്നത് ഹദീസുകൾ വരുന്ന കാലത്തുണ്ടായിരുന്ന പദങ്ങൾ, ആ പദങ്ങളെ ആ അർത്ഥത്തിൽ വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹദീസുകൾ റസൂൽ പറയുന്ന കാലത്ത് ആ പദത്തിന് എന്തൊക്കെ വിവക്ഷയാണോ ഉള്ളത് ആ വിവക്ഷയാണ്. പിന്നീട് ആ പദം അർത്ഥം മാറി ഫോട്ടോഗ്രാഫർക്ക് ഉപയോഗിച്ചു എന്ന് വേണ്ടി ഫോട്ടോഗ്രാഫി നിഷിദ്ധമാക്കാൻ അത് തെളിവല്ല എന്ന് നമ്മൾ വളരെ ബോധപൂർവം നമുക്ക് മനസ്സിലാവേണ്ടതാണ് എന്നതാണ് ഈ 8ാമത്തെ തത്വത്തിലൂടെ വിശദീകരിക്കപ്പെടുന്നത്. ഇപ്പോൾ വേറൊരു ഉദാഹരണം പറയാം. റസൂലിൻ്റെ കാലത്ത് തന്നെയും മക്കയിലെ ഖുറൈശികളുടെ ഭാഷ വാക്കുകളിൽ നിന്ന് വ്യത്യസ്തമായ ആക്കൾ വേറെ ഉണ്ട്. ഉദാഹരണത്തിന് ലാ തലാഖ് ഫി ഇഗ്ലാഖ് എന്നൊരു ഹദീസ് ഉണ്ട്. ലാ തലാഖ് ഫി ഇഗ്ലാഖ്. സാധാരണ അറബി ഭാഷയിൽ ഇഗ്ലാഖ് എന്ന് പറയുന്നത് വാതിൽ കൊട്ടിയടക്കുക എന്നാണ്. അഗ്ലഖൽ ബാബ് എന്ന് പറഞ്ഞാൽ വാതിൽ അടച്ചു എന്നാണ്. അപ്പോൾ ലാ തലാഖ് ഫി ഇഗ്ലാഖ് എന്നൊരാൾ അർത്ഥം വെച്ച് നോക്കുമ്പോൾ എന്താ അർത്ഥം പറയുക? വാതിൽ അടച്ചിട്ടിട്ട് ഒരാൾ എന്ത് ചെയ്യരുത്, തലാഖ് ചെല്ലരുത് എന്നല്ലേ മനസ്സിലാക്കുള്ളൂ. പക്ഷേ അത് ഖുറൈശികളുടെ വ്യാവഹാരിക ഭാഷയിൽ ഇഗ്ലാഖ് എന്ന് പറഞ്ഞാൽ ഇക്റാഹാണ്, നിർബന്ധിച്ചു കൊണ്ട് തലാഖ് ചെല്ലരുത് എന്നാണ്, നിർബന്ധിപ്പിച്ച് തലാഖ് ചെല്ലരുതെന്നാണ്. അപ്പോൾ ആ ഇഗ്ലാഖ് എന്ന പദത്തിന് അവരുടെ വ്യവഹാര ഭാഷയിൽ എന്താണ് അർത്ഥമെന്ന് മനസ്സിലാക്കിയില്ല എങ്കിൽ ഒരാൾ വാതിലടച്ച് തലാഖ് ചെല്ലുന്നതിനാണ് ഇസ്ലാം നിരോധിച്ചതെന്ന് അയാൾ തെറ്റിദ്ധരിക്കും. അപ്പോൾ അയാൾ മനസ്സിലാക്കും. അപ്പോൾ ഹദീസുകൾ പഠിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇഗ്ലാഖ് എന്ന് പറയുന്നത് ഖുറൈശികളുടെ വ്യാവഹാരിക ഭാഷയിൽ അത് ഇക്റാഹ്, ഒരാളെ നിർബന്ധിച്ച് തലാഖ് ചെല്ലുന്നതാണ്. ആ തലാഖ് സ്വീകാര്യമല്ലല്ലോ, അതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം അതുകൊണ്ട് ഹദീസുകളിൽ വന്നിട്ടുള്ള ഭാഷ പദങ്ങളുടെ യഥാർത്ഥ അർത്ഥം ആ അസുർ ദിസാലയിൽ പ്രവാചകൻ്റെ കാലത്ത് എന്താണോ പ്രയോഗിച്ചിട്ടുള്ളത് ആ ആശയം നമ്മൾ മനസ്സിലാക്കുക എന്ന് വളരെ പ്രധാനമാണ്. അപ്പോഴേ നമുക്ക് ഹദീസിൻ്റെ യഥാർത്ഥമായ ആശയം മനസ്സിലാക്കാൻ കഴിയൂ എന്നതാണ് 8ാമത്തെ തത്വം. ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായി എടുത്തുകൊണ്ടിരുന്നത് ഈ 8 ആശയങ്ങളെ സംബന്ധിച്ചിട്ടാണ്. ഹദീസുകൾ എങ്ങനെയാണ്, സനദ് എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് നമ്മൾ പറഞ്ഞു, അതിൻ്റെ റാവിയെക്കുറിച്ചും അതിൻ്റെ മറ്റുള്ള റിപ്പോർട്ടും. അതേസമയം ഹദീസിൻ്റെ ആശയങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം എന്നതിനെ സംബന്ധിച്ചിട്ടാണ് ഈ 8 തത്വങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്.
ഇത് നിങ്ങളുടെ മനസ്സിൽ പതിയണം. അത് മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ 8 തത്വങ്ങൾ വളരെ സിമ്പിളായി ഞങ്ങൾക്ക് പറഞ്ഞുതരാം. 1, വിശുദ്ധ ഖുർആൻ്റെ വെളിച്ചത്തിൽ വായിക്കുക. 2, ഹദീസുകളെ ചേർത്ത് വെച്ച് മനസ്സിലാക്കുക. 3, ഹദീസുകളെ വൈരുദ്ധ്യമുള്ള ഹദീസുകളെ തമ്മിൽ തർജീഹ് നടത്തുകയോ പരസ്പരം യോജിപ്പിച്ച് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുകയോ ചെയ്യുക. 4, ഹദീസുകളിൽ വന്നിട്ടുള്ള ഹദീസിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ വിധികളുടെ ഇല്ലത്ത്, കാരണങ്ങൾ ഇവ മനസ്സിലാക്കിയിട്ട് വേണം ഹദീസുകളൊക്കെ ഗ്രഹിക്കേണ്ടത്. ഹദീസുകളിൽ വന്നിട്ടുള്ള ലക്ഷ്യവും മാർഗവും വേർതിരിച്ച് മനസ്സിലാക്കുക. ഹദീസുകളിലെ ആലങ്കാരിക പ്രയോഗങ്ങളും ഭാഷാപരമായ പ്രയോഗങ്ങളും വേർതിരിച്ച് മനസ്സിലാക്കുക. ഹദീസുകളിൽ വന്നിട്ടുള്ള ഗൈബിയായ കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളും വേർതിരിച്ച് ഗൈബിയായ കാര്യങ്ങൾ ഹദീസും ഖുർആനും പറഞ്ഞത് എവിടെയാണോ അവിടെ വെച്ച് മനസ്സിലാക്കുക. ഹദീസുകളിലെ പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുക. ഇങ്ങനെ 8 തത്വങ്ങൾ അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. ഇത് വെച്ചുകൊണ്ട് വേണം ഒരു ഹദീസിൻ്റെ മത്തിനെ, അതിൻ്റെ കണ്ടൻറ്റിനെ നമ്മൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യേണ്ടത്. ഇതിനെക്കുറിച്ചൊക്കെ തന്നെയാണ് ഇല്ലത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാർ, ഹദീസിൻ്റെ പഴയകാല പണ്ഡിതന്മാർ ഹദീസിൻ്റെ സിഹത്ത് പരിശോധിക്കുമ്പോൾ ഇല്ലത്ത് ഉണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് പറയാറുണ്ട്. എന്തെങ്കിലും ന്യൂനതകൾ, ആ ന്യൂനതകൾ എന്ന് പറയുന്നത് ഈ ഹദീസിനെ ശരിയായി മനസ്സിലാക്കാൻ പറ്റുന്നതിൽ നിന്ന് തടസ്സപ്പെടുന്ന ന്യൂനതകളാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.